നമ്മുടെ നാട്ടിൽ കൊച്ചുകുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നത് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ബാലവേല പ്രോത്സാഹനത്തിന്റെ പേരിൽ എൻ്റെ പേരിൽ കേസ് വരുമെന്ന് എനിക്ക് പേടിയുണ്ട്. എന്നാൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ അവരറിയാതെ തന്നെ എങ്ങനെയാണ് ഒരു ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എങ്ങനെയാണ് പണത്തിന്റെ വിനിയോഗം കാര്യക്ഷമമായിട്ട് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാനായിട്ട് ഈ ഒരു പരീക്ഷ നടത്തുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനോ മോളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാം. അവർ വിളിച്ചിട്ട് അവർക്ക് 3 ജാറുകൾ കൊടുക്കുക. എന്നിട്ട് അവരോട് പറയുക, ഇന്നു മുതൽ നിങ്ങൾക്ക് ഈ വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാം. അത്തരം ജോലികൾ ചെയ്യുന്നതിന് പകരമായിട്ട് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഞാൻ കൂലി തരാം. അപ്പോൾ ഞായറാഴ്ചകളിലോ ഒഴിവ് ദിവസങ്ങളിലോ അവർക്ക് അലമാരി അടുക്കി വയ്ക്കാം, അവർക്ക് ഡ്രസ്സ് മടക്കി വയ്ക്കാൻ സഹായിക്കാം, അവർക്ക് വീട് ക്ലീൻ ചെയ്യാം, കാറ് കഴുകാം, അവർക്ക് ചില്ലറ ചെറിയ ചെറിയ വർക്കുകൾ വീട്ടിലുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് നമുക്ക് അവർക്കൊരു കൂലി കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുന്ന കൂലി അവരോട് ഈ 3 ജാറുകളിലായിട്ട് നിക്ഷേപിക്കാൻ പറയുക. അതിലാദ്യത്തെ ജാർ എന്ന് പറയുന്നത് അവർക്ക് ചെലവാക്കാനുള്ള ജാറാണ്. അത് അവരുടെ ഇഷ്ടത്തിന് ഒരു മാസം കഴിയുമ്പോൾ അതിൽ എത്ര രൂപയുണ്ടോ ആ രൂപ, അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അതിൽ എത്ര രൂപയുണ്ടോ ആ രൂപ അവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാനും അത് പൈസ കൊടുത്ത് സ്വന്തമാക്കാനുമുള്ള ഒരവസരമാക്കി കൊടുക്കുക. അത് വലിയ പ്രവർത്തന സ്വാതന്ത്ര്യമാണ് അവർക്ക് നൽകുന്നത്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അവർക്ക് നൽകുന്നത്. രണ്ടാമത്തെ ജാറിലെ പണം എന്ന് പറയുന്നത് അവർക്ക് ചാരിറ്റി ചെയ്യുന്നുള്ള പണമാണ്. ആ പണം ഉപയോഗിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം പാവപ്പെട്ട ഒരാൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം. അത് അവരുടെ ചോയ്സാണ്. അപ്പോൾ പണം തനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, അത് മറ്റുള്ളവരെ സഹായിക്കാൻ കൂടിയുള്ളതാണ് എന്നുള്ള വലിയ തത്വം നമുക്ക് അവരെ പഠിപ്പിക്കാൻ സാധിക്കും. മൂന്നാമത്തെ ജാറിലുള്ള പണം ഇൻവെസ്റ്റ്മെന്റിനുള്ള പണമാണ്. അതിനകത്തിട്ടിരിക്കുന്ന ഓരോ രൂപയ്ക്കും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ 1 രൂപ കൂടി അധികം കൊടുക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള പ്രവർത്തനത്തിലൂടെ ആ പണം വലുതാവുന്നു എന്നുള്ള തത്വം കൂടി അവരെ പഠിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു 5 കൊല്ലം നിങ്ങളുടെ മക്കളെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ പണം എന്നുള്ളതിൻ്റെ വില എന്താണെന്നും അതിൻ്റെ മൂല്യം എന്താണെന്നും അതെങ്ങനെ കൈക്കലാക്കണമെന്നും അതെങ്ങനെ വിനിയോഗിക്കണമെന്നും അതെങ്ങനെ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി ഉപയോഗിക്കണമെന്നുള്ളതും അതെങ്ങനെ ക്രിയേറ്റീവായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതും അവർ പഠിച്ചിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിനും എളുപ്പത്തിൽ ധനതത്വശാസ്ത്രം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു എക്സസൈസ് ഇല്ല. ഈ പ്രായത്തിലും നമ്മൾ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും എങ്ങനെയാണ് പണത്തിനെ നോക്കി കാണേണ്ടത് എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലാക്കുന്നത് ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും.